ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നത് അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ രാത്രിയിൽ മാവ് ഇഡ്ഡലിക്കുള്ള അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിക്കും 2 ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ചാണ് കേട്ടോ ഞാൻ അരച്ച് വെക്കുന്നത്. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് സ്റ്റൗവിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ. അതേ മാവ് 2 ദിവസത്തേക്കുള്ളതാണെന്ന്. അപ്പോൾ നാളത്തേക്കുള്ള മാവ് എടുത്ത് വെച്ചതിന് ശേഷമാണ് ബാക്കി മാവിലേക്ക് ഇന്നത്തേക്കുള്ള മാവിലേക്കാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക്, ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഒരുപാട് അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ ഈ പാത്രത്തോടെന്തോ എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം അത് മാറ്റാറില്ല, അതിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സ്റ്റൗവിൽ വെള്ളം വെച്ച് കൊടുത്തു. ഇഡ്ഡലി പാത്രത്തിൽ ഇപ്പുറത്ത് സാമ്പാറിന് വേണ്ടി കഷ്ണങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി പരിപ്പുമൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബർണർ ഒന്ന് ഓണാക്കി കൊടുത്തു. അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒരൽപ്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലിക്ക് വെച്ച വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിന്നും നടന്നും ഒക്കെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിരുന്ന വെള്ളം ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു. അപ്പോൾ നാളത്തേക്കുള്ള മാവ് അപ്പുറത്തൊരു ചെറിയ അടുക്കളയായിട്ട് ഒരു വിറക് അടുപ്പാണ് അവിടെയുള്ളത്. അവിടെ ചെറിയ ഫ്രിഡ്ജുണ്ട്, അവിടേക്ക് മാവ് വെച്ച് കൊണ്ടുവയ്ക്കാനായിട്ട് പോയതാണ് ഞാൻ. അപ്പോൾ മാവൊക്കെ വെച്ചിട്ട് വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കുക്കറ് സാമ്പാർ തിളച്ച് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിസിലാണ് കേട്ടോ ഞാൻ വയ്ക്കുക സാമ്പാർ വയ്ക്കുമ്പോൾ. അപ്പോൾ അവിടെ കുറച്ചൊന്ന് വൃത്തികേടായതുപോലെ തോന്നി. അത് അപ്പം തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനിതാ ഈ കാസറോളൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് മുകളിൽ നിന്ന്. അപ്പം ഇങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്യും കേട്ടോ. കുറച്ച് ഹൈറ്റ് കൂടിയതുകൊണ്ട് ഒരു കത്തി എടുത്തിട്ട് അതുകൊണ്ട് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലിഡൊക്കെയുള്ള ഗ്ലാസ് ലിഡ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ. പിന്നെ അതുപോലെ വെയിറ്റ് കൂടിയ പാത്രങ്ങളും ഞാൻ അങ്ങനെ എടുക്കാറില്ല, വെയിറ്റ് കൂടി അവിടെ വയ്ക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത്ര നല്ലൊരു സംഭവമായിട്ട് എനിക്കതിന് തോന്നിയിട്ടില്ല. പിന്നെ എളുപ്പത്തിന് വേണ്ടി അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പം ഇഡ്ഡലി ഇവിടെ വെന്തിട്ടുണ്ട്, അതവിടെ നമ്മൾ എടുത്ത് വെച്ചു ഇഡ്ഡലി തട്ടിൽ നിന്ന്. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മല്ലിയില ഞാൻ കുറച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മല്ലിയില കുറച്ച് ദിവസമായി ഇത് മേടിച്ചിട്ട്, ഏകദേശം അത് തീരാറായി. അപ്പോൾ നന്നായിട്ടൊന്ന് വാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ മല്ലിയില ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ലെയറായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴുകില്ല, അത് കൊണ്ടുവന്ന ഉടനെ കഴുകില്ല. അഴുക്ക ഇലയും ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയും. പിന്നെ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേര് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വയ്ക്കുക. പിന്നെ എടുക്കുമ്പം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി സാമ്പാറിന് വേണ്ട പൊടികളൊക്കെ ചേർത്ത് അത് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു. ഇവിടെ കടുക് വറക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ സാമ്പാറിന്. നമ്മൾ സാധാരണ ചെയ്യും പോലെ ചെറിയ ഉള്ളിയും കടുകുമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ സ്റ്റൗവ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ബർണർ വളരെ സ്ലോ ആണ്. അപ്പോൾ മോള് എന്തോ ചോദിക്കുകയാണ്, കഴിക്കാറൊക്കെ സമയം ആകുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത് വെച്ച ഇഡ്ഡലിയും വെന്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഫ്ലെയിമിലാണെങ്കിൽ ഞാൻ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് റെഡിയായി. സാമ്പാറിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചട്നി കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. സ്റ്റൗ ഒന്നുകൂടി തുടച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും അതിലേക്ക് പിടിച്ചിട്ട്
നമുക്ക് ആയാസമില്ലാതെ തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാ ഇഡ്ഡലി പാത്രം എടുത്ത് ഇവിടെ വെച്ചു. ഏകദേശം നമ്മുടെ സിങ്ക് ഫില്ലായി, അതാണ് പറയുന്നത് കേട്ടോ ഞാൻ. ഇനി നമുക്ക് നേരത്തെ എടുത്ത മല്ലിയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് പൊട്ടുകടല, പിന്നെ കുറച്ച് തേങ്ങ, ഒരല്പം ഇഞ്ചി, 2-3 പച്ചമുളക്, ഇത്രയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരൂടെ ചേർത്ത് ഒന്നരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് കാപ്പി റെഡി ആയോ എന്ന് ചോദിക്കണ്ടോ ഹസ്ബൻഡ്. കുറച്ച് ലേറ്റായി ഇന്ന്. പിന്നെ നാരങ്ങ നീര് ചേർത്തതിൻ്റെ കൂടെ തന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറും ഈ ചട്നിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ആണെങ്കിലും. ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ റെഡി ആകുമെന്ന് പറയുകയാണ് കേട്ടോ. ഇപ്പോൾ എന്ന് ലേറ്റ് ആകുകയാണല്ലോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാണുമ്പോഴേ അറിയാൻ സമയത്തൊന്നും ഇവിടെ കാര്യങ്ങൾ നടക്കില്ല എന്നറിയാം കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചട്നി സാമ്പാറും ഒക്കെ റെഡിയായി, ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഞാനൊരു സെർവിങ് ബൗളിലേക്ക് സാമ്പാർ എടുക്കുകയാണ്. സാമ്പാറും ചട്നിയൊക്കെ ഞാൻ മോൻ്റെ കയ്യിലേക്ക് കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുവയ്ക്കാൻ കൊടുത്താണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ റെഡിയായി. താമസിക്കുന്നതിന് എന്തോ പറയുന്നുണ്ട് മോളും മോനും ഒക്കെ. അപ്പം ഞാൻ എന്തോ പറഞ്ഞ് ചിരിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതുപോലെ നാരങ്ങയുടെ തോട് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉണക്കിയെടുക്കുന്നു. അപ്പോൾ ഇതിന് മോളുടെ കയ്യിലേക്ക് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു, ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഈ പാത്രം ഞാൻ പനീർ ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ മോൾ ചോദിക്കുന്നത് ഇതിൽ കൊണ്ട് വെച്ചാൽ പ്രശ്നമില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് നൈസായിട്ടുള്ളൊരു തീരെ കനം കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ വലുതായിട്ട് പൊടിയൊന്നും പറഞ്ഞതിൽ കയറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നുണ്ട് മോളുടെ അടുത്ത്. അത് കൊടുത്ത് മോളെ വിട്ടു, മുകളിലേക്ക് വെക്കാൻ പറഞ്ഞു. ഇനി നമുക്ക് കഴുകാൻ വെച്ച പാത്രത്തിൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും സവോളയും ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ പണി എളുപ്പമാണല്ലോ. നാളെയല്ല, ഒരു 5-6 ദിവസത്തേക്കൊക്കെ കാണും ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവോള ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ എനിക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പണി എളുപ്പമാണ്. ഇതിപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്ത് വെച്ച ഉള്ളി സവോളയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യാതിനി പറ്റില്ല. അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മുടെ അടുത്ത പരിപാടിയൊക്കെ തീർന്നിട്ട് വരുമ്പോൾ ഇതൊന്ന് റെഡിയാവും. അപ്പോൾ പൊളിച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം ഒന്ന് തുടച്ചിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ. ഇനി നമുക്ക് കുറച്ച് മുന്തിരിങ്ങ ഒന്ന് ചെറിയ ചൂട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ, നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇത് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഈ ചെറിയ ചൂട് വെള്ളത്തിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ വെള്ളമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തവിയിടുന്ന സ്റ്റാൻഡിലേക്ക് അതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോ പൂർണ്ണമായി.